ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴ ബീച്ചിലേക്കാണ്. ആലപ്പുഴ ബീച്ചിലേക്ക് നമ്മൾ AC റോഡ് വഴിയാണ് പോകുന്നത്. ഇരുവശങ്ങളിലും വളരെ ഭംഗിയേറിയ കാഴ്ചകളാണ് ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സ്വർണ്ണ നിറത്തിൽ നിൽക്കുന്ന പാടശേഖരങ്ങൾ കാണാൻ വളരെ ഭംഗിയാണ്. അതുകൊണ്ട് തന്നെയാണ് കുട്ടനാടിനെ സ്വർണം വിളയുന്ന നാട് എന്ന് പറയുന്നത്. ഇവിടെ പാലത്തിന് താഴെയായി നമുക്ക് കുറേ ഹൗസ് ബോട്ടുകൾ കാണാവുന്നതാണ്.
ധർമ്മരാജ കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്തെ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്നു രാജ കേശവദാസ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചുവാണ് മുൻപിലായി കാണുന്നത്. നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയെ ഇവിടെ ഒരു സ്കൂളിന് മുമ്പിലായി NCC കാഡറ്റും കേരള പോലീസും ചേർന്ന് വഴിയെ ഹെൽമെറ്റ് ധരിക്കാതെ പോകുന്ന ബൈക്ക് യാത്രക്കാരെ തടഞ്ഞ് ബോധവൽക്കരിച്ച് വിടുന്നുണ്ടായിരുന്നു. ഈ മുകളിലായി കാണുന്നതാണ് ആലപ്പുഴ ബൈപ്പാസ് റോഡ്. ഇതിൻ്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. ഈ റോഡിൻ്റെ പണി പൂർണ്ണമായി കഴിയുന്നതോടുകൂടെ നമ്മൾ എറണാകുളം സൈഡിൽ നിന്ന് തിരുവനന്തപുരം സൈഡിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ആലപ്പുഴ ടൗൺ ടച്ച് ചെയ്യാതെ പോകാവുന്നതാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 3.5 കിലോമീറ്ററോളം ബീച്ച് സൈഡ് എലിവേറ്റഡ് റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആലപ്പുഴ ബീച്ചിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാവുന്നതാണ്.
ആലപ്പുഴ ബീച്ചിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് ഈ കടൽപ്പാലം. ഏകദേശം ഒരു 150 വർഷം പഴക്കമുണ്ട് ഈ കടൽപ്പാലത്തിന്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.